നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല വേനൽക്കാലമായില്ലേ? ഈ വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കണം എന്നാണ് പറയണത്. പറയല്ല, സത്യം അത് തന്നെയാണ്. കാരണം ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ജലാംശം വിയർപ്പായിട്ടും ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ ജലാംശത്തെ നിലനിർത്താനായിട്ട് ധാരാളം വെള്ളം കുടിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. എന്നോടും എൻ്റെ ഡോക്ടർ പറയണത് അങ്ങനെ തന്നെയാണ്. 3.5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറഞ്ഞിരിക്കണത്. പച്ചവെള്ളം 3.5 ലിറ്റർ കുടിക്കാന്ന് വെച്ചാൽ എളുപ്പമല്ല, കുറേ കുടിക്കും കേട്ടോ. പിന്നെ ജ്യൂസായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ജ്യൂസാണ് ദിവസവും 2 നേരം കുടിക്കും കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ നല്ല ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. വെള്ളരി വർഗത്തിൽപ്പെട്ട പഴമാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത് ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കേരളത്തിൽ ഇഷ്ടം പോലെ കിട്ടും നമുക്ക്. ഇപ്പോൾ അത്ര അധികം വിലയൊന്നുമില്ല. ഒരു വലിയ മത്തങ്ങ മേടിച്ചാൽ, തണ്ണിമത്തൻ മേടിച്ചാൽ കുറേ ദിവസം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. ഇതിൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ, ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ അതുകൊണ്ട് മാറിക്കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ. ഒരു മായവും ചേർക്കണില്ല, ഓൺലി തണ്ണിമത്തൻ. അല്ലേ ജയശ്രീയ? അല്ലേ? അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ആകെ തണ്ണിമത്തൻ മാത്രമാണ് കേട്ടോ. ജയശ്രീ, തണ്ണിമത്തൻ ഉണ്ടാക്കാം അല്ലേ? തണ്ണിമത്തനിൽ ധാരാളം അയൺ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കുടിക്കണം, നല്ലതാണ്. ജ്യൂസ് കുടിക്കാം, നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളത് ശീലാക്കൂ കേട്ടോ. എല്ലാവരും കുടിക്കുക തണ്ണിമത്തൻ. ഇന്ന് തണ്ണിമത്തൻ മാത്രം കുടിക്കണമെന്നല്ല പറഞ്ഞ്, മാറി മാറി കഴിക്കണം. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വിറ്റാമിനുകളും അയണും അതുപോലുള്ള എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. അതോടൊപ്പം തന്നെ ദാഹവും മാറും, രുചിയുണ്ട്. നല്ല തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ.